ഇതിനെ തുടർന്നാണ് CKG കോളേജിൽ സംഘർഷം ഉണ്ടാവും. ഈ കോളേജിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ശ്രീ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പേരാമ്പ്ര MLA ആയിരുന്ന ഡോക്ടർ അടിയോടി, അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് കോളേജ് അനുവദിക്കുന്നത്. K. കരുണാകരൻ രാഷ്ട്രീയ ഗുരുനാഥനായ CKGയുടെ നാമധേയത്തിലാണ് ആ കോളേജ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് ആ കോളേജ് പൂർണ്ണമായിട്ടും SFIയുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ 2019 സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കാൻ വേണ്ടി ആ കോളേജിൻ്റെ പുറത്ത് നിന്നപ്പോൾ, അകത്ത് കയറുന്നില്ല, പുറത്ത് നിന്ന സമയത്ത് അന്ന് എന്നെ ആക്രമിക്കാൻ വന്നതും ഇലക്ഷൻ കാലത്തിൽ ചർച്ച ചെയ്തു. ഞാൻ പിന്നെ അവിടെ തിരിച്ചു പോരുകയാണുണ്ടായത്. അതിനുശേഷം പേരാമ്പ്രയിൽ, പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 13,000 വോട്ട് ലീഡാണ് പേരാമ്പ്ര അസംബ്ലി എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കാലത്ത് അന്ന് സംഘർഷം ഉണ്ടായി. ജയിച്ച ഞങ്ങളുടെ 2 പഞ്ചായത്ത് അംഗങ്ങളെ, ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രാഗേഷായി, ഈ 2 പേർക്കെതിരായിട്ട് സംഘർഷത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് പഞ്ചായത്ത് ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും അവരെ സമ്മതിച്ചില്ല. ആകെ ലീഗിൻ്റെ 2 വനിതാ മെമ്പർമാർ മാത്രമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശരിക്കും 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ 2 ഞങ്ങളുടെ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സമ്മതിച്ചത്. പേരാമ്പ്ര ഒരവസ്ഥ, UDF ജയിക്കുമ്പോൾ ഇതുപോലെ ആലിളകുന്ന അവിടുത്തെ സ്ഥിരം പതിവാണ്. ഇവിടെ ഒരു കോളേജിൽ ഒരു ചെയർമാൻ സീറ്റ് ജയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടായി. ആ സംഘർഷമാണ് 11-ാം തീയതി ഹർത്താൽ നടത്താൻ UDF തീരുമാനിച്ചു. ഇവിടെ അന്നുണ്ടായ സംഭവം അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഹർത്താൽ നടത്തിയാൽ സ്വാഭാവികമായിട്ട് ഹർത്താൽ കഴിഞ്ഞാൽ ഒരു പ്രകടനം ഉണ്ടാവും. എല്ലാ ഹർത്താലിൻ്റെ കാലത്ത് ഹർത്താൽ നടത്തിയ പാർട്ടികൾ ചെയ്യാറുണ്ട്. ഇവിടെ സംഭവിച്ചത്, ഹർത്താൽ നടത്തിയ UDFന് ജാഥയ്ക്ക് പെർമിഷൻ കൊടുക്കുന്ന 6 മണിക്ക്, ഹർത്താലിനെ എതിർത്ത LDFന് ജാഥ നടത്താൻ പെർമിഷൻ കൊടുക്കുന്ന 5 മണിക്ക്. 5 മണി വരെയാണ് ഹർത്താൽ. അവിടെ തന്നെ പോലീസിനെ പിഴച്ചു. സാധാരണ രീതിയിൽ ഹർത്താൽ നടത്തിയ കൂട്ടർക്ക് അന്ന് പെർമിഷൻ കൊടുക്കുകയും അതിന് വിരുദ്ധ അഭിപ്രായങ്ങളുള്ളവർക്ക് അടുത്ത ദിവസം പെർമിഷൻ കൊടുക്കാറാണ് പതിവ്. ഇത് ഹർത്താലിനെ എതിർക്കുന്നവർക്ക് ആദ്യം പെർമിഷൻ കൊടുത്ത് അനുകൂലിക്കുന്നവർക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് പെർമിഷൻ. എന്നിട്ട് 6 മണിക്ക് UDFൻ്റെ പ്രകടനം തുടങ്ങി ടൗണിലേക്ക് എത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ 50ഓളം പേർ സംഘടിച്ചു നിൽക്കുകയാണ്, അവരുടെ കയ്യിൽ പല മാരകായുധങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. സ്വാഭാവികമായിട്ടും UDF പ്രവർത്തകർക്ക് അവർ ക്ഷുഭിതരായി. നാദി കാണിച്ചതിന് ശരിയല്ല. ഇങ്ങനെ അവിടെ സംഘർഷം ഉണ്ടായി. സംഘർഷം ഉണ്ടായപ്പോൾ ഇതറിഞ്ഞ DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറും MP ഷാഫി പറമ്പിലും കൊയിലാണ്ടിയിലെ എൻ്റെ ഇന്നലത്തെ യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം കൂടുകയും, അപ്പോഴാണ് വാർത്ത എത്തുന്നത് അവിടെ ഇങ്ങനെ സംഘർഷമുണ്ട്. ഈ 2 പേരും അവിടെ സ്ഥലത്ത് വന്നു. ഇനിയുണ്ടായ സംഭവങ്ങൾക്ക് നിങ്ങളും സാക്ഷിയാണ്. അവിടെ MP-യെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനെ തുടർന്ന് പ്രതിഷേധ യോഗം ഉണ്ടായി. 3-ാം ദിവസം റൂറൽ SPC ബൈജു അദ്ദേഹം പറഞ്ഞു, ഞങ്ങളങ്ങനെ ലാത്തി ചാർജ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ രീതിയിൽ ലാത്തി ചാർജ് നടത്തുമ്പോഴോ ഗ്രനേഡ് എറിയുമ്പോഴോ മുൻകൂട്ടി സൂചന നൽകാറുണ്ട്, കഴിയുന്നത് അടിച്ചോടിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പോലീസിലൊരു വിഭാഗം കുഴപ്പമുണ്ടാക്കി.
ഇത് റൂറൽ എസ് പി തുറന്ന് സമ്മതിച്ചാണ്. ഈ പ്രഖ്യാപനം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് CPM നേതാവായിട്ടുള്ള സജീഷിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു. അദ്ദേഹമാണ് പറയുന്നത് സ്ഫോടകവസ്തു എറിഞ്ഞു UDF പ്രവർത്തകർ. എന്നാൽ പോലീസിന്റെ ആദ്യത്തെ FIR ഇങ്ങനെ സ്ഫോടകവസ്തുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഒരു ചോദ്യം, റൂറൽ SP പോലും തെറ്റ് സമ്മതിച്ച എങ്ങനെയാണ് സജീഷിന് ഇങ്ങനെ വാർത്ത കിട്ടിയത്? അതിനെ തുടർന്നാണ് പിന്നീട് പരിശോധന, ഫോറൻസിക് വിഭാഗത്തിൻ്റെ വരവ്, കേസെടുക്കൽ. ഇന്നലെ കാലത്ത് പല വീടുകളിലും ചെന്ന് പോലീസ് വാതിൽ ചവിട്ടി വിളിച്ച് 7ഓളം പേരെ കസ്റ്റഡിയിലെടുത്തു. അതിൽ 2 പേരെ വിട്ടയച്ചു. 5 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ പേരാമ്പ്രയിലെ CPMന്റെ പ്രകടനമായിരുന്നു. നേതാക്കളുടെ പ്രസംഗം, പ്രത്യേകിച്ച് EP ജയരാജനെ പോലെ ഒരാൾ. അദ്ദേഹം മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് MP-യുടെ മൂക്കിൻ്റെ എല്ല് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ, ഇനി വീണ്ടും സമരം നടത്തിയാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അതായത് പരസ്യമായിട്ട് കലാപത്തിന് ആഹ്വാനം നടത്തുക. TP രാമകൃഷ്ണൻ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിക്കൊന്നും വഴങ്ങണ്ട. അതായത് സജീഷിൻ്റെ ഈ റൂറൽ SP ബൈജുവിൻ്റെ കുറ്റസമ്മതം ഞങ്ങളുടെ പെർമിഷൻ കൂടാണ്ട് നടത്തിയതാണ് എന്നുള്ള രീതിയിൽ റൂറൽ SP കുറ്റപ്പെടുത്തി. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവർ. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. റൂറൽ SP പറഞ്ഞത് മുഖവിലക്കെടുത്താൽ ഏത് പോലീസുകാരാണ് കുഴപ്പമുണ്ടാക്കുന്നത്? പോലീസിൽ തന്നെ ഇപ്പോൾ 2 വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് CPMനെ അനുകൂലിക്കുന്ന പോലീസ് അസോസിയേഷൻ, 2 ഘടകകക്ഷികൾ പോലും പരാതിപ്പെടുന്ന RSSന്റെ ഫ്രാക്ഷൻ അതിൻ്റെ അകത്തുണ്ടെന്ന് പറയും. ഇതിലാരാണ് പ്രകോപനം ഉണ്ടാക്കിയത്? അപ്പോൾ റൂറൽ SPക്ക് ഇങ്ങനെ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തിയപ്പോൾ സജീഷിനെ പോലുള്ളൊരു നേതാവിന് എങ്ങനെയാണ് സ്ഫോടക വസ്തുവിൻ്റെ കാര്യം അറിയുന്നത്? അതായത് ഇതൊരു സൂചനയാണ്, ഞങ്ങൾക്ക് ഇലക്ഷനിൽ തോൽവി ഉണ്ടായാൽ ഞങ്ങളെ തോൽവി അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ജയിച്ചവനെ ശരിയാക്കുന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തത്. മാത്രമല്ല, ജനപ്രതിനിധിയെ ഇത്രയും അതിനിടയ്ക്ക് ഞാൻ കേട്ടത് ഒരു DYSP ഉണ്ട്, ഹരിപ്രസാദ്. അദ്ദേഹം ഈ ഗ്രേഡൊക്കെ ആയിട്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. DCC പ്രസിഡന്റ് അവിടെ. അദ്ദേഹം വടകര DSP ആണ്. അദ്ദേഹത്തിന് എന്താ പേരാമ്പ്രയിലെ കാര്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കുടുംബ CPM കുടുംബം. മാത്രമല്ല ഒരു കഴിവട്ട ഉദ്യോഗസ്ഥനും. അപ്പോൾ അദ്ദേഹമാണ് അവസാനം ചോദിക്കുന്നത് MP-നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പം അതിൻ്റെ അർത്ഥം MP-നെ ഹോസ്പിറ്റലൈസ് ചെയ്യുക